കേരള കോൺഗ്രസ് വീണ്ടും ഒരു പിളർപ്പിൻ്റെ അനിവാര്യതയിൽ നിൽക്കുകയാണ്. പിളരണമല്ലോ, അതാണ് കേരള കോൺഗ്രസ്. പിളർന്നില്ല പിന്നെ എന്ത് കേരള കോൺഗ്രസ് എന്നായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ഏതായിരിക്കും പിളരുക എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം ഡസൻ കണക്കിന് കേരള കോൺഗ്രസ് ആണുള്ളത്. ഒറ്റയാൾ പട്ടാളമായി നിൽക്കുന്നതും പിളരാൻ വേണമെങ്കിൽ രണ്ടു പേരാണ് പ്രബലരായിട്ടുള്ളവർ, ജോസ് കെ മാണിയും ജോസഫും. ജോസ് കെ മാണിയാണ് ഇതിൽ മുമ്പനായിട്ട് നിൽക്കുന്നത്. കാരണം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കെ എം മാണിയാണ്. കെ എം മാണിയുടെ പുത്രനായ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഇപ്പോൾ LDFിൻ്റെ പാളയത്തിലുമാണ്. 2021 UDFിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ജോസ് കെ മാണി പറയുന്നു ചവിട്ടി പുറത്താക്കിയെന്ന്. അവർ പറയുന്നു ഇറങ്ങിപ്പോയതാണ്, വേണമെങ്കിൽ തിരിച്ചു വരട്ടെ. തിരിച്ചു വരുന്നവർക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒന്നും അങ്ങനെ UDF വാതിൽ തുറന്നിട്ട് കൊടുത്തിട്ടില്ല. അൻവർ ഇപ്പോഴും മുറ്റത്ത് നിൽക്കുകയാണ്. ജോസ് കെ മാണി വന്നാൽ വാതിൽ തുറന്നിട്ട് അകത്തളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതിനിടയ്ക്ക് ഒരു പരിശ്രമവും നടത്തി നോക്കി ജോസ് കെ മാണിയെ ഇപ്പുറത്ത് എത്തിക്കാമോ എന്ന്. ജോസ് കെ മാണി അതിന് പറയുന്ന കാര്യങ്ങൾ തൻ്റെ പിതാവിനെ ബാർക്കോഴയുടെ പേരിലിട്ട് ചവിട്ടി മെതിച്ചു ഒറ്റപ്പെടുത്തി. അതിൽ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും പങ്കുണ്ട്. അതുകൊണ്ട് തനിക്കതൊരു അഭിമാനക്ഷതമായിട്ട് തന്നെ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതൊരു വേദനയാണ് തനിക്ക്. അതുകൊണ്ട് ജോസ് കെ മാണി അങ്ങോട്ടേക്ക് പോവുക ഇവർ രണ്ടുപേരും അതിലുള്ള കാലത്തോളം നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മൊത്തത്തിലെ LDFിൽ അതൃപ്തരായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അതൃപ്തരായിട്ട് നിൽക്കുമ്പോൾ അവിടെയാണ് പിളർപ്പുണ്ടാകാൻ പോകുന്നത്. ജോസ് കെ മാണിക്ക് അങ്ങോട്ടേക്ക് പോകാൻ വയ്യ. അപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് അവിടെ വെച്ച് പിളർന്ന് ഒരു കൂട്ടര് UDFിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. അതിനുവേണ്ടി UDF യജ്ഞിക്കുന്നുണ്ട്. നേരത്തെ ലീഗാണ് ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയത്. ഈ കേരള കോൺഗ്രസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ക്രൈസ്തവരുടെ വോട്ട് മുഴുവൻ സമാഹരിക്കുക എന്നുള്ളതാണ്. റോഷി അഗസ്റ്റിൻ്റെ കൂടെയുള്ള MLA-മാരെന്ന് പറയുന്നത് N ജയരാജ് കാഞ്ഞിരപ്പള്ളി MLA ചീഫ് വിപ്പുമാണ്, 2 സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പൂഞ്ഞാർ MLA, 3 ജോർജ് മൈക്കിൾ ചങ്ങനാശ്ശേരി MLA, പിന്നീട് റോഷി അഗസ്റ്റിൻ, ഇങ്ങനെ 4 പേർ. 5 MLA-മാരാണുള്ളത്. അതിൽ 5ാമനായ പ്രമോദ് നാരായണ റാന്നി MLA ജോസ് കെ മാണിയോടൊപ്പം തന്നെ നിൽക്കുകയാണ്. കാരണം ജോസ് കെ മാണി ഈ LDFിൽ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ പ്രമോദ് നാരായണൻ ആ മണ്ഡലം സേഫാണ്. അല്പം LDF ചായവുള്ളിടമാണ്. രാജു അബ്രഹാം 5 തവണ വിജയിച്ചു വന്നിട്ടുള്ളതാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി മണ്ഡലം. പക്ഷേ റോഷി അഗസ്റ്റിൻ വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ UDF കണക്ക് കൂട്ടുന്നത് ഇടുക്കി ജില്ലയിൽ 5 മണ്ഡലങ്ങളുണ്ട്. ഈ 5 മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയും തിരുവല്ലയും തിരിച്ചു പിടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് UDF. അതിൽ റാന്നി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പം ഇത്തരത്തിലുള്ള കണക്ക് കൂട്ടലാണ് UDF നീങ്ങുന്നത്. ഇതിനിടയ്ക്ക് PJ ജോസഫ് പറഞ്ഞ കാര്യം കൂടി ഓർക്കണം. ഏകീകൃത കേരള കോൺഗ്രസിൻ്റെ കാര്യം പറയുകയുണ്ടായി. ശതാഭിഷിക്ത നിറവിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു. അത് എത്ര കേരള കോൺഗ്രസ് ആ കുടക്കീഴിൽ വരും എന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. എല്ലാവരും അങ്ങനെ വരണമെന്നില്ല. കാരണം മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ ഉടനെ പിളരുന്നതാണ് കേരള കോൺഗ്രസ്. പിന്നെ ഒരു കുടക്കീഴിൽ ഒന്നിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര അസാധ്യമായിട്ടുള്ള കാര്യമാണ്. എന്നാലും PJ ജോസഫ് ഒരു ആഗ്രഹം പറഞ്ഞതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ചില തന്ത്രങ്ങളുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ LDFിൽ നിന്ന് ഈ ജോസ് കെ മാണി വിഭാഗമായാലും റോഷി അഗസ്റ്റിൻ വിഭാഗമായാലും വിട്ടുപോരണമെന്നുണ്ടെങ്കിൽ അത് ഇന്നോ നാളെയോ ഉണ്ടാകത്തില്ല. മറിച്ച്
തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു പിളർപ്പിലേക്കായാലും മുന്നണി വിടുന്നതിലേക്കും പോവുകയുള്ളൂ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം 2025 ഒക്ടോബറിൽ നടക്കും. അപ്പോൾ അതിലൊരു ഏകദേശ ചിത്രം ലഭിക്കും. ആ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം, കാരണം ഒരു LDF തരംഗം കേരളത്തിൽ വീണ്ടും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിട്ടുപോകാൻ തയ്യാറാകത്തില്ല. കേരള കോൺഗ്രസിന് എപ്പോഴും അധികാരത്തിൻ്റെ ഇടങ്ങളിൽ നിൽക്കാനാണ് താല്പര്യം. അത് വേണ്ടുവോളം ആസ്വദിക്കുകയും ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ വിട്ടുപോരുമെന്ന് തോന്നുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒന്ന് പൂർത്തിയാകുമ്പോൾ മാത്രമേ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ. ആ ചിത്രം ലഭിച്ചതിന് ശേഷം ഇത് എങ്ങോട്ടേക്കുള്ള മാറ്റമെന്നറിയാൻ കഴിയും. പക്ഷെ അതുപോലെ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ പെട്ടെന്ന്, ജോസ് കെ മാണിക്ക് മറ്റു പല ഓഫറുകളും വരുന്നുണ്ട്. ആ ഓഫറുകളൊക്കെ തന്നെ ജോസ് കെ മാണി ഏത് തരത്തിൽ എടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി LDFന് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിഫലനം ഇനി അങ്ങോട്ട് തുടർന്നുണ്ടാകും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LDFൽ നിന്നിട്ട് എന്ത് കാര്യം എന്ന് ജോസ് കെ മാണി ചോദിച്ചാൽ അതിനകത്ത് ഒരു കഴമ്പില്ലേ എന്ന് നമ്മളും ചിന്തിച്ചു പോകും. കാരണം UDFൻ്റെ ഒരു തരംഗമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് കേരള ജനത ഏതാണ്ട് ഈ UDF തന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ അൻവറിന് കിട്ടിയ വോട്ടും ഷൗക്കത്തിന് കിട്ടിയ ഭൂരിപക്ഷവും നോക്കുമ്പോൾ അത് പിണറായിക്കെതിരെയുള്ള ആഞ്ഞടിയാണ് എന്നവർ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേരള കോൺഗ്രസുകൾ മുന്നണി വിടും, അത് പിളരും എന്നുള്ളത് ഉറപ്പാണ്. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും. ജോസ് കെ മാണി എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് ഒരു ചോദ്യമാണ്. റോഷി അഗസ്റ്റിൻ പോകാൻ തുടങ്ങുന്നത് UDFിലേക്കായിരിക്കും. റോഷി അഗസ്റ്റിൻ പിണറായിയുടെ ഗുഡ് ബുക്കിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഭരണം തുടർച്ചയായിട്ട് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഇപ്പുറത്തേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം റോഷി അഗസ്റ്റിനെ കാത്ത് UDF ഇരിക്കുന്നുണ്ട്. വേണ്ട തരത്തിലുള്ള അവരുടെ സീറ്റുകളൊക്കെ തന്നെ നിലനിർത്തുകയും ചെയ്യും. അധികാരത്തിൽ വന്നാൽ മന്ത്രി പദവി വരെ കൊടുക്കുന്ന കാര്യം. ഇപ്പം PJ ജോസഫ് ഏകീകൃതം എന്ന് പറയുന്നുണ്ട്, ഏകീകൃത കേരള കോൺഗ്രസ്. അവർക്ക് 2 സീറ്റാണ് നിലവിലുള്ളത്. 2 സീറ്റിൽ ഒന്ന് തൊടുപുഴയിൽ PJ ജോസഫും മറ്റൊന്ന് കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫുമാണ്. ഈ 2 സീറ്റും, കാരണം ജോസ് കെ മാണി അങ്ങോട്ടേക്ക് പോയാലും ഏത് സീറ്റ് കിട്ടുമെന്നുള്ളത് വലിയ പ്രശ്നമാണ്. എന്തായാലും പാല കൊടുക്കില്ല, കാരണം പാലയിൽ മാണി സി കാപ്പനങ്ങ് കുടിയിരുത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ജോസ് കെ മാണിക്ക് ഇനി വിജയിക്കുക അസാധ്യമാണ്. ഇനി ഒരിക്കൽ കൂടി അഥവാ സീറ്റ് കൊടുത്ത് നിന്ന് കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അഭിമാനത്തിന് കോട്ടമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു മണ്ഡലം സുരക്ഷിതമായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നു. ലീഗിൻ്റെ കാര്യത്തിൽ ലീഗ് മുമ്പ് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് തിരുവമ്പാടി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ തിരുവമ്പാടി ഇപ്പോൾ കോൺഗ്രസ്സുകാർ അവിടെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി VS ജോയിക്ക്, നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയിരുന്ന VS ജോയിക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ അത് അപ്രഖ്യാപിതമായിട്ടാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസ്സിലെ കുറച്ച് പേരെ അപ്രഖ്യാപിതമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിൽ ഉള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിൻ്റെ പിളർപ്പ് അനിവാര്യമായി തീർന്നിരിക്കുന്നു. വൈകാതെ തന്നെ ആ പിളർപ്പ് നമുക്ക് കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാം.